അങ്ങനെ നമ്മുടെ നാടിൻ്റെ സാംസ്കാരികത, ചരിത്രം, ഭൂതകാലം, വർത്തമാനകാലം അങ്ങനെ പലതും പറയുന്നതാണ് കഥാപ്രസംഗം എന്ന് പറയുന്ന കല. ഇവിടെ ഇപ്പോൾ നമ്മുടെ കേരള സംഗീത നാടക അക്കാദമിയുടെ കഥാകാലം ദക്ഷിണ മേഖല കഥാപ്രസംഗ മഹോത്സവം സംസ്ഥാനതല ശില്പശാലയാണ് നമ്മൾ കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ നടക്കുന്നത്. പ്രശസ്തനായ കാതികർ ഓരോ ഗ്രൂപ്പായി തിരിഞ്ഞ് ഇപ്പോൾ ഇവിടെ ആരാച്ചാർ എന്ന് പറയുന്ന കഥയിലെ ഇതാണ് ഇപ്പം അവതരിപ്പിക്കാൻ പോകുന്നത്. മലയാള നോവൽ സാഹിത്യത്തിലെ ശ്രദ്ധേയമായ ഒരു കൃതിയുടെ കഥാപ്രസംഗ ആവിഷ്കാരം. മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരി KR മീരയുടെ 2014 വയലാർ അവാർഡ് നേടിയ നോവൽ തൂക്കുകയർ കയ്യിലെടുക്കേണ്ടി വന്ന ആദ്യ വനിതാ ആരാച്ചാരുടെ കഥ. പ്രിയ സാഹിത്യകാരി KR മീരയുടെ വിഖ്യാത നോവലിൻ്റെ ചെറിയൊരു ഭാഗം ഞങ്ങൾ കഥാപ്രസംഗമായി ആവിഷ്കരിക്കുന്നു. കഥാപ്രസംഗ ആവിഷ്കാരം അഡ്വക്കേറ്റ് VV ജോസ് കല്ലട. എന്നോടൊപ്പം പിന്നണിയിൽ പ്രവർത്തിക്കുന്നത് ലാൽ. ഞങ്ങൾ അവതരിപ്പിക്കുന്നു ആരാച്ചാർ. മൃത്യുദേവനുപാസകൻ ചിത്രഗുപ്തന്റെ പിൻഗാമി. മൃത്യുദേവനുപാസകൻ ചിത്രഗുപ്തന്റെ പിൻഗാമി. നീതിപീഠത്തിൻ കാവലാൾ സത്യധർമ്മത്തിൻ പോരാളി. നീതിപീഠത്തിൻ കാവലാൾ സത്യധർമ്മത്തിൻ പോരാളി. ആരാച്ചാർ ആരാച്ചാർ ആരാച്ചാർ. ആരാച്ചാർ പുരുഷന്മാർ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ആരാച്ചാർ ജോലി. ഈ ജോലിയിലേക്കാണ് ഒരു വനിത കടന്നു വരുന്നത്. ആരാച്ചരാകാൻ ആദ്യമായി നിയോഗിക്കപ്പെട്ട പെണ്ണ്, അവളുടെ പേര് ചേതന. ചേതന ഗൃദ്ധ മല്ലിക്. സ്ത്രീ ശാക്തീകരണത്തിന്റെ പുതിയ ഭാവം ചേതന ഗൃദ്ധ മല്ലിക്. സ്ത്രീ ശാക്തി സ്ത്രീശക്തി തൻ പ്രതീകം ഇച്ഛാശക്തിയോ തീവ്രം. സ്ത്രീശക്തി തൻ പ്രതീകം ഇച്ഛാശക്തിയോ തീവ്രം. തീയിൽ കുരുത്തതാണു പെൺകൊടി. വാടില്ല വെയിലേറ്റു വീഴില്ല. വാടില്ല വെയിലേറ്റു വീഴില്ല. ആരാച്ചാർ ആരാച്ചാർ ആരാച്ചാർ. ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ. അതിപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ, ഹൃദയമായല്ലോ. 20 വർഷം മുൻപ് 2005 ഈ കഥ നടക്കുന്നു. സ്ഥലം കൽക്കട്ട നഗരത്തിന്റെ വടക്കൻ ഭാഗമായ ചിത്പുരി. ചിത്പുരിയിലെ ഏറ്റവും വലിയ ശ്മശാനമാണ് നീം തലാക്കട്ട്. കൽക്കട്ടയുടെ കഴുത്തിൽ ഒരു പൂമാല എന്ന പോലെ ചുറ്റി വളഞ്ഞൊഴുകുന്ന പുണ്യനദി ഗംഗ. ഗംഗ കൽക്കട്ടയിലെത്തുമ്പോൾ മറ്റൊരു പേര് സ്വീകരിക്കുന്നു, ഹൂഗ്ലി. ഹൂഗ്ലി തീരത്തിലാണ് നീം തലാക്കട്ട്. കൽക്കട്ട ഹൈവേയിൽ നിന്ന് നീം തലാക്കട്ട് ശ്മശാനത്തിലേക്ക് തിരിയുന്ന റോഡിൽ നിറയെ കടകളാണ്. വളവിൽ ആദ്യം കാണുന്നത് ഒരു ചായക്കട. ആ ചായക്കടയുടെ കാഷ് കൗണ്ടറിൽ പത്രവും വായിച്ച് കടമുതലാളി ഇരിപ്പുണ്ട്. അയാളുടെ പേര് ഫണിഭൂഷൺ. മുഴുവൻ പേര് ഫണിഭൂഷൺ ഗൃദ്ധ മല്ലിക്. വൃദ്ധൻ 6 അടി 2 ഇഞ്ചുയരം. ഉയർന്നു പൊങ്ങിയ കഴുകൻ കണ്ണുകൾ 80-ലേറെ പ്രായം. ഗൃദ്ധ മല്ലിക് വൃദ്ധൻ 6 അടി 2 ഇഞ്ചുയരം. ഉയർന്നു പൊങ്ങിയ കഴുകൻ കണ്ണുകൾ 80-ലേറെ പ്രായം. ഗൃദ്ധ മല്ലിക് വൃദ്ധൻ. ആള് വൃദ്ധനാണെങ്കിലും ആചാരമാകൂ. ഉയരം 6 അടി 2 ഇഞ്ച്. ഗൃദ്ധ മല്ലിക്. ഗൃദ്ധ എന്ന ബംഗാളി വാക്കിന്റെ അർത്ഥം കഴുകൻ എന്നാണ്. ആ വൃദ്ധന്റെ കണ്ണുകളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്ക്. അത് കഴുകൻ കണ്ണുകൾ പോലെ തന്നെ. ഉരുണ്ടു തള്ളി കഴുകൻ കണ്ണുകൾ 80-ലേറെ പ്രായം. ഉരുണ്ടു തള്ളിയ കഴുകൻ കണ്ണുകൾ 80-ലേറെ പ്രായം. ഗൃദ്ധ മല്ലിക് വൃദ്ധൻ 6 അടി 2 ഇഞ്ചുയരം. ഗൃദ്ധ മല്ലിക് വൃദ്ധൻ
ആള് ചില്ലറക്കാരനല്ല, കൽക്കട്ടയിലെ പ്രസിദ്ധനായ ആരാച്ചാരാണ്. 19ാമത്തെ വയസ്സിൽ തൂക്കുകയർ കയ്യിലെടുത്തവൻ. കൃത്യമായി പറഞ്ഞാൽ പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് തൂക്കുകയർ കയ്യിലെടുത്തവനാണ് ഗൃഥ മല്ലിക്. 1936 ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആരാച്ചാരായി. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ ജനാധിപത്യ സർക്കാർ കൽക്കട്ട സെൻട്രൽ ജയിലിൽ ഔദ്യോഗിക ആരാച്ചാരായി നിയമിച്ചു. ഇപ്പോഴും ആ ജോലിയിൽ തുടരുന്നു. ലോകമാകെ വധശിക്ഷയ്ക്കെതിരെ മനുഷ്യാവകാശ പ്രവർത്തകർ പ്രതിഷേധമുയർത്തുന്നതിനാൽ പല രാജ്യങ്ങളിലും വധശിക്ഷ ഇതിനകം നിരോധിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ നിരോധിച്ചിട്ടില്ലെങ്കിലും തൂക്കിക്കൊല വളരെ വളരെ വിരളം. ശിക്ഷ വിധിക്കും, പക്ഷെ കൊല്ലാറില്ല. ഇനി കേരളത്തിലുമുണ്ട് വധശിക്ഷ വിധിച്ചെങ്കിലും അത് നടപ്പാകാതെ ജയിൽ ശാപ്പാടും കഴിച്ച് കുശാലായി കഴിയുന്നവർ. അങ്ങനെ ഒരാൾ ഈയിടെ ജയിൽ ചാടിയല്ലോ, പിന്നെയും പിടിച്ചകത്തിട്ടല്ലോ. ആരാ? ഗോവിന്ദചാമി. കൽക്കട്ടയിലും വധശിക്ഷ നടപ്പാക്കിയിട്ട് വർഷങ്ങളായി. അതുകൊണ്ട് നമ്മുടെ ഗൃഥ മല്ലിക്കിന് ഇപ്പോൾ പണിയില്ല. സർക്കാർ ആരാച്ചാർ എന്ന ഔദ്യോഗിക പദവി ഉള്ളതിനാൽ 300 രൂപ അലവൻസ് ഉണ്ട്. അതുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ? അതിനാൽ ഇപ്പോൾ ചായക്കട നടത്തുകയാണ്. അതാണ് നമ്മൾ കണ്ട ചായക്കട. ഈ കടയ്ക്ക് പിന്നിലായാണ് ഗൃഥ മല്ലിക്കിൻ്റെ കുടുംബം. അവരവിടെയാണ് താമസിക്കുന്നത്. വളരെ പഴയൊരു വീട്. അല്ലെങ്കിൽ പാരമ്പര്യമുള്ള കുടുംബമാണ് ഗൃഥ മല്ലിക്കിൻ്റേത്. ആ പാരമ്പര്യത്തിൻ്റെ പഴങ്കഥകളൊക്കെ പറഞ്ഞു തരാൻ നമുക്കൊരാളുണ്ട്. ഫണിഭൂഷൺ ഗൃഥ മല്ലിക്കിൻ്റെ അമ്മ ഭുവനേശ്വരി ദേവി. 88 വയസ്സുള്ള ഗൃഥയുടെ 106 വയസ്സുള്ള അമ്മ. 106 വയസ്സുണ്ടെങ്കിലും അവരുടെ ഓർമ്മശക്തിക്ക് ഒരു കുറവുമില്ല. വലിയൊരു കൂനുണ്ടെങ്കിലും വയറ് പോലെയാണ് നടപ്പ്. എല്ലാവരും അവരെ വളരെ ബഹുമാനത്തോടെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഠാക്കുമ. ദാ വരുന്നു നീന്തലാകട്ടിലെ ശ്മശാന ഭസ്മം നെറ്റിയിൽ പൂശി കൂനി കൂടി ഒട്ടേറെ വയസ്സിന്റെ വൻഭാരം ചുമക്കിയാൽ നട്ടല് വില്ലുപോലെ വളഞ്ഞ് കൂനി കൂടി ദാ വരുന്നു ഠാക്കുമ. മാഷ ഇടയ്ക്കെന്ന് ചോദിച്ചോട്ടെ, ഒരു ശില്പശാല അതിപ്പോൾ വളരെ ഭംഗിയായി, പ്രത്യേകിച്ച് ഒരു സംഗീതവും പാട്ടും കലർന്ന ഒരു കല കൂടിയാവുമ്പോൾ ഇങ്ങനെ ഈ സ്റ്റുഡൻസിനെയൊക്കെ ഇരുത്തിയിട്ട് ഈ രൂപത്തിലേക്ക് അവരെ മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു ശൈലിയും അത് മനോഹരമാണ്. ഇത് എത്ര തവണ ഇതുപോലെ ഈ ശില്പശാലകൾ നടത്തിയിട്ടുണ്ട്, എത്ര പേരെ വാർത്തെടുത്തിട്ടുണ്ട്? അല്ല, ഈ ശില്പശാല എന്ന് പറയുന്നത് നേരത്തെ തന്നെ കൊല്ലത്ത് വെച്ച് തന്നെ സംഗീതനാട അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ശില്പശാല ഇവിടെ തന്നെ ഈ കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ തന്നെ നടത്തിയിരുന്നു. അന്ന് ഞാൻ പഠിപ്പിച്ചത് മാക്ബത്ത് എന്ന വിശ്വസാഹിത്യകാരൻ വില്യം ഷേക്സ്പിയറിൻ്റെ നാടകമാണ്. അതിനെ ഒരു അരമണിക്കൂറാക്കി ചുരുക്കി. ഇത് വലിയ സമയമല്ല. നേരത്തെ നമ്മുടെ ജയകുമാർ സാർ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ റീൽസിൻ്റെയൊക്കെ ഈ കാലഘട്ടത്തിൽ കൂടുതൽ സമയം ആൾക്കാർക്ക് ചെലവഴിക്കാനില്ല. അപ്പോൾ ചെറിയ ചെറിയ സംഗതികളാക്കി നമ്മൾ ഈ കഥാപ്രസംഗത്തെ തന്നെ കൊടുക്കുന്ന ഒരു പുതിയൊരു പരിപാടിക്കാണ് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 15 മിനിറ്റ്. മോളെ തുറന്നു പറയണേ, ആരെയും പേടിക്കാതെ പറയണം. ഒരു കലാകാരിയല്ലേ. ഈ ഇത്തരം കഥകൾ ഇപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ റീൽസ് എന്ന് പറയുന്നത്, ആ റീൽസിലേക്ക് വരുന്ന കണ്ടന്റ് അത് ചൂസ് ചെയ്യുന്നതിൽ കഥാപ്രസംഗത്തിന് എവിടെയെങ്കിലും പിഴയ്ക്കുന്നുണ്ടോ? അങ്ങനെ ഞാൻ ഇവിടെ ആദ്യത്തെ തവണ നടക്കുമ്പോൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. റീൽസിനകത്ത് അങ്ങനെ എനിക്കതിനെക്കുറിച്ച് പറയാൻ ആധികാരിക കണ്ടന്റ് ഇപ്പോൾ റീൽസിന്റെ കാലമാണ്. അപ്പൊ കഥാപ്രസംഗം എന്ന് പറഞ്ഞ ജനങ്ങളിലേക്ക് അടുപ്പിക്കാൻ ഇത്തരം കഥകൾ, ആ കഥകളാണോ? ശില്പശാല തന്നെയാണല്ലോ, തുറന്നു പറയാവുന്ന ചർച്ചയാവുന്ന വേദിയാണ്, വർക്ക്ഷോപ്പാണ്. അപ്പൊ അതാ ഞാൻ ചോദിച്ചത്, യൂത്തിനെ ആകർഷിക്കുന്ന കഥകൾ വേണ്ടേ? അതെ, തീർച്ചയായിട്ടും വേണം. ഉറപ്പായിട്ടും യൂത്തിനെ ആകർഷിക്കണം. കാരണം ഒരുപാട് മിനിറ്റ് കൂടുതലാണ് സമയമെങ്കിൽ അവർക്ക് ഒരിക്കലും അവരെ പിടിച്ചിരുത്താൻ പറ്റില്ല. അപ്പം സമയം കുറയുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ആകർഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും യൂത്തിനെ ആകർഷിക്കുന്ന കഥകൾ വേണം. അങ്ങനെയുള്ള കഥകൾ വരുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അറിവ്. ഉദാഹരണത്തിന് ഇപ്പോൾ അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ കഥാപ്രസംഗത്തിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ശ്രമങ്ങളുണ്ട്. അങ്ങനെയുള്ള കണ്ടന്റിന് ഇപ്പോൾ കുറവൊന്നുമില്ല. പക്ഷെ അത് കണ്ടെത്തുന്നത് ആ കലാകാരന്മാരുടെ കഴിവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യണം. എന്നുവെച്ചാൽ ഈ കാലഘട്ടത്തിൽ ഫുള്ളും ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് അങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വന്നാൽ കുട്ടികൾക്കൊരു കൂടുതൽ കലകൾ പഠിക്കാം. അങ്ങനെയൊക്കെ ഹാർമോണിയത്തിൻ്റെ ഒരു സംഗീതം അത് എത്രമാത്രം മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒക്കെ ഇളയരാജയൊക്കെ പറയുന്നുണ്ട്, ഒന്നും അല്ല, യഥാർത്ഥത്തിൽ മനുഷ്യൻ ഉൽപ്പാദിപ്പിക്കുന്ന സംഗീതമാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. ചേട്ടൻ എന്താ പറയുക? ഹാർമോണിയത്തിന് ഒരു പ്രത്യേക മാസ്മരികതയുണ്ട്. നമ്മളുടെ TV കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പെട്ടെന്ന് കഥാപ്രസംഗത്തിൻ്റെ ഒരു പരസ്യം ഇടയ്ക്ക് വന്നിരുന്നു. അതിൽ ഹാർമോണിയത്തിൻ്റെ ശബ്ദം കേട്ടപ്പോഴത്തേക്ക് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തിരുന്നവർ വരെ ആ TV റൂമിലേക്ക് വന്നതായിട്ട് ഒരു പരസ്യത്തിൽ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഹാർമോണിയത്തിനും തബലയ്ക്കുമായിട്ട് ഈ രണ്ട് ഇൻസ്ട്രുമെൻറ്റിനും പ്രത്യേകിച്ച് ഒരു മാസ്മരിക ശക്തി മലയാളികളുടെ മനസ്സിൽ ഇപ്പോഴും ചെലുത്താനുണ്ട്.
ഇനി ഇവിടെ തീരുന്നില്ല. ശില്പശാല ഇങ്ങനെ 4 or 5 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നടക്കുകയാണ്. ഇനി അടുത്ത ഓരോരുത്തരടുത്തേക്ക് നമുക്ക് പോവാം. ഇതാ കണ്ടില്ലേ, അടുത്ത സെഷൻ നമ്മുടെ കായംകുളം വിമല ചേച്ചിയുടെ നേതൃത്വത്തിൽ പൊട്ടിപ്പൊടിക്കുകയാണ്. മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ശില്പശാല എന്നൊക്കെ പറഞ്ഞാൽ ഇതാ അല്ലയോ ചേച്ചി? ഇനി ആ പാട്ട് പാടി. തീർച്ചയായിട്ടും. ഭാരതനാടിൻ ചരിത്രം തിരുത്തുവാൻ ചോരയകോളി കളിച്ച നാട്. ഭാരതനാടിൻ ചരിത്രം തിരുത്തുവാൻ ചോരയകോളി കളിച്ച നാട്. വിപ്ലവശക്തിയെ തൊട്ടിലാട്ടിയ വിപ്ലവശക്തിയെ തൊട്ടിലാട്ടിയ വിശ്വപ്രസിദ്ധമാ വീരബംഗാൾ. പിടികിട്ടിയാ അത്? അപ്പം അതിൻ്റെ മേളത്തെ ഡയലോഗ് എന്ന് പറഞ്ഞേ. ചരിത്രം ത്രസിച്ചു നിൽക്കുന്ന ബംഗാൾ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയും അരവിന്ദ ഘോഷം ധന്യധന്യമാക്കിയ ബംഗാൾ. ഭാരതനാടിൻ ചരിത്രം തിരുത്തുവാൻ ചോരയകോളി കളിച്ച നാട്. ഭാരതനാടിൻ ചരിത്രം തിരുത്തുവാൻ ചോരയകോളി കളിച്ച നാട്. വിപ്ലവശക്തിയെ തൊട്ടിലാട്ടിയ വിശ്വപ്രസിദ്ധനാം വീരബംഗാൾ. വിപ്ലവശക്തിയെ തൊട്ടിലാട്ടിയ വിശ്വപ്രസിദ്ധനാം വീരബംഗാൾ. ഫസ്റ്റ് പാട്ട് നമ്മുടെ കാബൂളിവാല എന്ന് പറയുന്ന കഥയാണ് അല്ലേ ചേച്ചി അത് ഇവിടെ അവതരിപ്പിച്ചത്. ഇനി അടുത്ത സെഷനിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ ശില്പശാലയിൽ അടുത്ത സെഷൻ നമ്മുടെ കിളിയൂർ സദൻ ചേട്ടൻ പിന്നെ കാതികൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അഗ്നിശലഭകൾ എന്ന് പറയുന്ന കഥയാണ് ഇവിടെ ഈ ശില്പശാലയിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നത്. തരുക്കളിൽ ഹിമപാളി തോരണങ്ങൾ ചാർത്തി ചിരിച്ചു നിന്നുന്മാദഭാവം. ശരത്കാല സൂര്യൻ്റെ കിരണങ്ങളിൽ മുങ്ങി, ശരത്കാല സൂര്യൻ്റെ കിരണങ്ങളിൽ മുങ്ങി തരിച്ചു നിന്നിടുന്നു ഗ്രാമം. മുങ്ങി തരിച്ചു നിന്നിടുന്നു ഗ്രാമം. തരുക്കളിൽ ഹിമപാളി തോരണങ്ങൾ ചാർത്തി ചിരിച്ചു നിന്നുന്മാദഭാവം. തരുക്കളിൽ ഹിമപാളി തോരണങ്ങൾ ചാർത്തി ചിരിച്ചു നിന്നുന്മാദഭാവം. ശരത്കാല സൂര്യൻ്റെ കിരണങ്ങളിൽ മുങ്ങി, ശരത്കാല സൂര്യൻ്റെ കിരണങ്ങളിൽ മുങ്ങി ചിരിച്ചു നിന്നിടുന്നു ഗ്രാമം. തിങ്സ് കറക്റ്റാ വരണം. ശരത്കാല സൂര്യൻ്റെ കിരണങ്ങളിൽ മുങ്ങി. അങ്ങനെ പോരെ മോളെ, അതൊരു വരി ഒഴുക്കാൻ പാടില്ല, അങ്ങ് പോകല്ലേ, അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. തരുക്കളിൽ ഹിമപാളി തിങ്സ് കറക്റ്റായി വരണം. തോരണങ്ങൾ ചാർത്തി ചിരിച്ചു നിന്നുന്മാദഭാവം. ശരത്കാല സൂര്യൻ്റെ കിരണങ്ങളിൽ മുങ്ങി, കിരണങ്ങളിൽ മുങ്ങി തരിച്ചു നിന്നിടുന്നു ഗ്രാമം. ഒന്ന് പാടി നോക്ക്. ഭൂരിപക്ഷം യുവതലമുറയിൽപ്പെട്ട നമ്മുടെ ഇതിൽ പഠിക്കാൻ വന്നിരിക്കുന്നവർക്ക് ഭൂരിപക്ഷവും കണ്ടന്റ് അവരഭിപ്രായം പറയുന്നുണ്ട്. ആധുനിക രീതിയിലുള്ള സംഗീതം, അതുപോലെ തന്നെ ആ കണ്ടന്റിൽ പുതുതലമുറയെ ആകർഷിക്കുന്നത് വേണമെന്നാണ് ശില്പശാലയിലെ ഒരു പൊതു അഭിപ്രായം. അതേസമയം കാതികർ അവരുടേതായ ശൈലിയിൽ മുന്നോട്ട് പോകുന്നു. ആ ഓരോ വാക്കുകളും അതിൻ്റെ പ്രാസവും എല്ലാം വളരെ മനോഹരമായി അവതരിപ്പിച്ച് തിരുത്തിയാണ് ആ ശില്പശാല പുരോഗമിക്കുന്നത്. ഇനിയുമുണ്ട് നമുക്കിവിടുന്നുള്ള വിവരങ്ങൾ. സ്നേഹഗായക വരൂ ഭവാൻ ജനജീവിതോത്സവ ഗാഥയുമായി.
സ്നേഹഗായക വരൂ ഭവാൻ ജനജീവിതോത്സവ ഗാഥയുമായി പ്രേമമാധുരി പകരും നിന്മണി വീണ തരികൻ കൈകളിൽ നീ പ്രേമമാധുരി പകരും നിന്മണി വീണ തരികൻ കൈകളിൽ നീ സ്നേഹഗായക വരൂ ഭവാൻ ജനജീവിതോത്സവ ഗാഥയുമായി ഉയർന്നു നിൽപ്പു നമ്മുടെ ക്ഷേത്രം സംസ്കാര ക്ഷേത്രം ഉയർന്നു നിൽപ്പു നമ്മുടെ ക്ഷേത്രം സംസ്കാര ക്ഷേത്രം ജാതിമത ഭേദങ്ങൾ തീണ്ട സമുന്നത ക്ഷേത്രം ജാതിമത ജാതിമത ഭേദങ്ങൾ തീണ്ട സമുന്നത ക്ഷേത്രം നമ്മുടെ സംസ്കാര ക്ഷേത്രം സ്നേഹഗായക വരൂ ഭവാൻ ജനജീവിതോത്സവ ഗാഥയുമായി പ്രേമമാധുരി പകരും നിന്മണി വീണ തരികൻ കൈകളിൽ നീ പ്രേമമാധുരി പകരും നിന്മണി വീണ തരികൻ കൈകളിൽ നീ സ്നേഹഗായക വരൂ ഭവാൻ ജനജീവിതോത്സവ ഗാഥയുമായി ജനജീവിതോത്സവ ഗാഥയുമായി ജനജീവിതോത്സവ ഗാഥയുമായി. അത് നമ്മുടെ ഈ ജാതിയും മതവും ഒന്നും അല്ല, അതിനപ്പുറം നമ്മുടെ സംസ്കാരം സാംസ്കാരികം ഇതാണ് ക്ഷേത്രം എന്നുള്ള ആ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ കേരള സംഗീത നാടക അക്കാദമിയുടെ കഥാകാലം എന്ന് പറയുന്ന ശില്പശാല കൊല്ലത്ത് പുരോഗമിക്കുന്നത്. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.